എൻ്റെ അമ്മോ, ഉയ്യോ, എന്നാ കനവാണു. ഇവിടെ വെക്കട്ടെ. ഇവിടെ ഒന്ന് കാല് പൊള്ളിക്കുവാ ഞാൻ. എന്നാല് ഇതൊക്കെ പൊളിച്ച് കളയാലോ. എല്ലാം വൃത്തികേടാ. പൊടി ഇവിടെ ഇവിടെ കണ്ടല്ലോ കഷ്ടപ്പാട്. ഒന്നും കുഴപ്പമില്ല, വേർത്തൊലിച്ചു. ഇത് സോണിയുടെ ഒരു 50-ഇഞ്ച് TV. 49. അതെ, ഞാൻ 50-ഇഞ്ച് പറയട്ടെ, നീ ഇങ്ങനെ കയറി തോക്കിക്കയറി പിടി വെക്കാതെ. 50-ഇഞ്ച് TV എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് കുറയുമെന്ന് പറയാൻ തുടങ്ങിയതാണ്. അപ്പോഴേ കളഞ്ഞു. എല്ലാത്തിനും ഒരു ചെറിയ കുറവ് നമ്മളെപ്പോഴും മുമ്പോട്ടേ പറയാവുള്ളൂ, കുറച്ച് പറയരുത്. അപ്പം 49 49. മോഡൽ നമ്പർ KD, മഹാകേടിയായ TV ആണ്. KD എന്നവന് പേരിട്ടിരിക്കും. KD 49X 7500F. മെയ്ഡ് ഇൻ മലേഷ്യ. ഇതിൻ്റെ ഒക്ടോബർ 2018 ഞാനുണ്ടായ മാസം ഉണ്ടായ TV ആണ്. അല്ലെങ്കിൽ ഒക്ടോബർ 2018, ഒക്ടോബർ നല്ല മാസം, അതുകൊണ്ട് ചിലപ്പോൾ ഇത് ശരിയാവുമായിരിക്കും. ഇപ്പോൾ സെറ്റ് ഡെഡാണ്. പിന്നെ റെഡ് കളർ കിടന്ന് ബ്ലിങ്ക് ചെയ്ത് ഇപ്പോൾ ഡെഡായി ഓണാകുന്നില്ലെന്നായി. ഞാൻ വേറെ അഡാപ്റ്റർ കൊടുത്തിട്ടും ഓണാകുന്നില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിന് അഡാപ്റ്റർ കസ്റ്റമർ കൊണ്ടുവന്നില്ലായിരുന്നു, അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അഡാപ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ അഡാപ്റ്റർ നോക്കാം. കിട്ടി എനിക്ക്. അഡാപ്റ്റർ കുഴപ്പമാണ്. അഡാപ്റ്റർ ഞാൻ മുമ്പേ അളന്നപ്പോൾ 28 വോൾട്ട് കാണിച്ച്, ശരിക്കും 19 വോൾട്ടേ കാണിക്കാവുള്ളൂ. ഇപ്പോൾ എത്ര അപ്പോൾ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാം അല്ലേ. വോൾട്ടേജ് 19 വോൾട്ടും ഉണ്ട്. കണ്ടല്ലോ, വോൾട്ടേജ് 19 ഉണ്ട്. എന്നാലും ഇവൻ മുമ്പേ ഞാൻ എടുത്തപ്പോൾ 25-ന് മേളിൽ വോൾട്ടേജ് കാണിച്ചു, ഇപ്പം 19 കാണിച്ചു. അപ്പം ഈ അഡാപ്റ്റർ എന്നാണേലും മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ മദർ ബോർഡ് ഞാനിനി റെഡിയാക്കി വെച്ചാലും മദർ ബോർഡ് നെറ്റിൻ്റെ പണി കിട്ടും. ചില സമയത്ത് കൂടുതൽ കാണിക്കും, ചില സമയത്ത് കുറച്ച് കാണിക്കും. ഇപ്പോൾ ഉണ്ടോ 19, ഇപ്പോൾ 18 മുമ്പേ 28 ഉണ്ടായിരുന്നു. ഇപ്പോൾ 19 തന്നെയാണ് കാണിക്കുന്നത്, മാറ്റം കാണിക്കുന്നില്ല. അപ്പോൾ അവന് എന്നാ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ ബോർഡ് നമ്മൾ സർവീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. വെട്ടാവളിൻ്റെ കൂടുകളാണ്. വെട്ടാവളി എന്ന് പറയല്ലേ, അവനെ കളിയാക്കല്ലേ. നിലം തൊടാൻ മണ്ണ്. നിലം തൊടാൻ മണ്ണ് വേട്ടാവളിയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. യവന്മാർ കേസ് കൊടുത്താലോ? ആരുടെയും പേരൊന്നും പറയാൻ പറ്റില്ല. ജീവിയുടെ പേരല്ലേ? അതെ, വേട്ടാവളിയും ജീവിയാണ്. പക്ഷേ നിലം തൊടാൻ മണ്ണ് ആണ് അവൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പരിപാടി തുടങ്ങിക്കും. സ്ക്രൂ എല്ലാം അയച്ചു. ബുദ്ധിമുട്ടുള്ള സ്ക്രൂ ഞാൻ അയച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ള സ്ക്രൂ എന്ന് പറഞ്ഞാൽ നിലം തൊടാൻ മണ്ണ് കയറിയ തുളയടഞ്ഞ സ്ക്രൂ. ഇനി എല്ലാം മറ്റേ കഴിഞ്ഞ ദിവസത്തെ TVയുടെ പോലെയാണ്, എല്ലാം വാഷർ സ്ക്രൂ ആണ്. അവിടെ തന്നെ ഇരുന്നോളൂ. ഓക്കെ, നല്ല സുഖം. നേരെ ഇങ്ങനെ പിടിക്കുന്ന നല്ല സുഖം. തിരിച്ചു പിടിക്കുന്നത് പിടിക്കുന്നില്ലെന്ന് കണ്ട അന്നേരം അടുത്ത് സ്കൂട്ടർ എടുത്തോ കേട്ടോ. പിന്നെ ഇട്ട് കറക്കല്ല. അതിലേക്ക് എത്രയോ സുഖമാണ് സ്കൂട്ടർ. എന്നാ അതങ്ങനെ തൊള്ളയിലുള്ളതൊന്നും അത് ഇടാതിരിക്കാം. ഇതുപോലത്തെ ഇതുണ്ട്, ഈ വാഷുള്ള ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു.
പരിപാടി കഴിഞ്ഞോ? ചാർജ് തീർന്നോ? ഇല്ല. എന്നാൽ മുറിക്കോ, ഞാൻ 5 മിനിറ്റ് ഇരിക്കട്ടെ. അല്ല, തുറന്നോ. തിരിച്ചിട്. ആ, ബ്ലാക്ക് ആൻഡ് ഡക്കറാണ്. ബ്ലാക്ക് ആൻഡ് ഡക്കർ എന്നാണ് കുഴപ്പം? കുറഞ്ഞ സാധനമല്ല. ബ്ലാക്ക് ആൻഡ് ഡക്കർ മെയ്ഡ് ഇൻ ജർമ്മനി. ബ്ലാക്ക് ആൻഡ് ഡക്കർ ആ, ബ്ലാക്ക് ആൻഡ് സൂപ്പർ ഡക്കർ സാധനമാണ്. ഇതൊക്കെ എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നതെന്നറിയോ? വർഷങ്ങളായതാ, എനിക്കിതൊന്നും ഇഷ്ടമില്ല. എനിക്ക് സ്ക്രൂ ഡ്രൈവർ ഒറിജിനൽ. ഈ ബ്ലാക്ക് ആൻഡ് ഡക്കർ അഴിക്കുന്നതിൻ്റെ 10 സ്പീഡിൽ ഞാൻ സ്ക്രൂ ഡ്രൈവർ കഴിക്കും. സ്ക്രൂ ഡ്രൈവർ തന്നെയാണ് സ്ക്രൂ ഡ്രൈവർ തന്നെ നല്ലത്. ഇതൊക്കെ കൈക്ക് മസിലില്ലാത്തവർക്കും കൈ കൊണ്ട് ജോലി ചെയ്തിട്ടില്ലാത്തവർക്കുള്ള സാധനമാണ് ഈ കിടക്കുന്ന സുനാകൾ. ഉണ്ടല്ല, ഈ സുന ഇല്ലാത്ത എന്നിട്ട് കുഴപ്പം പറയല്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇവിടെ ഉണ്ട്, ഇനിയുണ്ട്. ഒരു പെട്ടി നിറച്ചിരിപ്പുണ്ട്. ഒരു കൂട്ട് പല സൈസ്. അതാണ്ട് ഒരു പെട്ടി ഫുള്ള് ഇരിക്കുന്നത്. ആ പെട്ടി തന്നെ അഴിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന മണ്ട ഇരിക്കുന്ന ഇതാ, അതിൻ്റെ ഒന്നും പെട്ടി അഴിച്ചിട്ട് പോലും ഇല്ല. ഇതൊന്നും കൊള്ളുകയായിരുന്നു. നല്ലപോലെ നമുക്ക് ചെറുപ്പത്തിൽ തൊട്ട് നല്ല പാലും മുട്ടയും ചോറും ഒക്കെ കൊണ്ട് വളർന്ന ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. കാലൂരി എടുത്തോ. കാലിൻ്റെ സ്ക്രൂ അതിൽ തന്നെ ഇരിക്കണം, മാറിപ്പോലെ. കാലിന് 2 സ്ക്രൂ. ഇച്ചിരി വലുതല്ലേ? വലുതാ. വേറെ ഇല്ലല്ലോ. ഇല്ല, അത് കൂട്ടില്ല. ഇല്ല, ഇങ്ങനത്തെ സ്ക്രൂ. അതല്ലെങ്കിലും സോണിയുടെ കാലിന് അവർ കൊടുക്കുന്ന സ്ക്രൂ നല്ല കിടുകിടാച്ചി സ്ക്രൂവാണ്. ഈ കാലിങ്ങാനും എൻ്റെ കാല ചാടിയിട്ടുണ്ട്. കാലൊടി. ആ, മെറ്റലാ. മെറ്റൽ കാല. മെറ്റൽ. ഇത് കണ്ടോ എന്നെ സാധനമാണെന്ന് കണ്ടോ? കാല ഫുൾ മെറ്റലാണ്. ഈ അടപ്പെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ വയറിട്ടിട്ട് ഇങ്ങനെ അടയ്ക്കാനുള്ള സോണിയുടെ എഞ്ചിനീയറിങ് കണ്ടാ. ഇതാണ് സോണി. ഇതൊക്കെ എന്നാ സൂപ്പർ ടി വി ആണെന്നറിയാം. ഇതിപ്പോൾ ലൈനിലൊക്കെ വോൾട്ടേജ് വേരിയേഷൻ വന്നിട്ട് കംപ്ലൈൻ്റ് ആകുന്ന കേട്ടോ. ഇത്ര നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ആയെന്ന് ചോദിക്കല്ലേ. ലൈനിലൊക്കെ വോൾട്ടേജ് വേരിയേഷൻ വന്നിട്ട് നമുക്ക് അതെങ്ങനെയാ ചോദിക്കാതിരിക്കുന്നത്? ചോദിക്കണ്ടേ? നല്ല ടി വി ആണെങ്കിൽ. അതല്ലേ, നല്ല ടി വി ആണ്. ഞാനും കേട് വന്നത് എങ്ങനെയാണ്. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് തട്ടിപ്പോയെന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു ചെറിയ അറ്റാക്ക് ആയിരുന്നു ടി വിക്ക്. അറ്റാക്ക് വന്ന് പോയി. ഇവനെ നമ്മൾ പോക്കാൻ പോവാണ്. വീഡിയോ എടുത്തോ. ഓക്കെ. പയ്യെ സൂക്ഷിച്ച്. അവിടെ ഏതോ സ്ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയേ, അവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, എവിടെയോ ഒരു കുത്ത്. ഇവിടെ എന്നാണ് നോക്കി. ഇവിടെ ഒന്നുമില്ല. അതൊരു ലോക്ക് പോലെ ആയിരിക്കും. ഞാൻ എടുക്കാം. അവിടെ ഫ്രണ്ടുമായിട്ടൊരു ലോക്ക് പോലെ കാണും. ഇതാ ഇവിടെ ഇതുമായിട്ടുണ്ട്. ഈ നടുക്കത്തെ ഇതുമായിട്ടൊരു പിടുത്തം അത്രേ ഉള്ളൂ. ലോക്കാണ്. രക്ഷപ്പെട്ടു. നീ ബ്രഷ് എടുത്തുണ്ടോ? അല്ല, ഇത് വ്യത്യാസമാണ്. KD 49X 800 8000 ഇ. ഇത് 7500 അല്ലേ? ഇതൊരു കൂടിട്ട് വെക്കണേ. നമ്മൾ അപ്പടി പൊടിയായി.
ഈ ബോർഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് വേറെണ്ണം മാറ്റിയിടാം. ഓഡിയോയും ഇതുമെല്ലാം കൂടെ ഉള്ളതാണ്. നമ്മൾ സർവീസ് ചെയ്ത് എടുക്കാം, പക്ഷേ അത് ഇച്ചിരി സമയം എടുക്കും. ഇപ്പോൾ കസ്റ്റമർക്ക് ഇന്ന് തന്നെ സെറ്റ് വേണമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഒത്തിരി പ്രസ് ചെയ്താൽ കറക്റ്റ് ലോക്ക് വീഴണം. അത് മറ്റേ സാധാരണ ഒരെണ്ണം പിന്നെ കുത്തുന്ന പോലെയല്ല. ഇച്ചിരി കുഴപ്പമില്ല, ഒരു പശപ്പ് പോലെ ഉണ്ട്. പിന്നെ ഇത് ബാക്ക് ലൈറ്റിൻ്റെ സ്ട്രിപ്പാണ്. ഇത് സ്പീക്കറിൻ്റെ സ്ട്രിപ്പാണ്. ഇതിനകത്ത് കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ആ സ്ട്രിപ്പ് ശ്രദ്ധിക്കണം. ആ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പണി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ പഴയ അഡാപ്റ്റർ കൊടുക്കുന്നില്ല, നമ്മൾ പുതിയ അഡാപ്റ്റർ മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. കാരണം ഇനി ആ ബോർഡിന് വല്ല പണിയും കിട്ടിയാലേ. അപ്പോൾ ഞാൻ പുതിയ അഡാപ്റ്റർ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പഴയ അഡാപ്റ്ററിൻ്റെ ആംബിയർ നോക്കിയിട്ട് അത് കൂട്ടി തന്നെ പുതിയ അഡാപ്റ്റർ എടുക്കണം. ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ ആംബിയർ നോക്കി. ഞാൻ പോരെ, ഇത് കാണിച്ചു, ഈ അഡാപ്റ്റർ കാണിച്ചു. ഇത് സോണി കോർപ്പറേഷൻ ചൈന 19 വോൾട്ട് 6.2 ആംബിയറാണ്. അപ്പോൾ ഞാൻ പുതിയ കൊണ്ടുവന്ന അഡാപ്റ്റർ എന്ത് പുതിയ സെയിം അഡാപ്റ്ററുണ്ട്. സെയിം അഡാപ്റ്ററാണ്, സെയിം അഡാപ്റ്റർ ആയിക്കോളൂ. ACDP 120E03, ACDP 120E03, പാർട്ട് നമ്പർ 1493004445. 19 വോൾട്ട് 6.2 ആംബിയർ. അതാണ്ട് 19 വോൾട്ട് 6.2 ആംബിയർ കാണിച്ചു. രണ്ടും ഒറ്റ സാധനമാണ് കാണിച്ചു. രണ്ടും ഒന്നിച്ച് കാണിച്ചു. രണ്ടും ഒന്നിച്ച്. ഓക്കെ. അപ്പോൾ ഇവൻ ഇപ്പോൾ കൂടുതൽ പഴയ അപ്പോൾ നമ്മൾ അഡാപ്റ്റർ കുത്താൻ പോവാണ് പുതിയ ബോർഡിലോട്ട്. അതിൻ്റെ സ്ക്രൂവെല്ലാം ഇട്ടു, കുത്തി. നിങ്ങളുടെ കറണ്ടെ കുത്തട്ടെ. കറണ്ടായാലും കുത്തി. ഇനി TV പൊക്കാം. രക്ഷപ്പെട്ടു. സോണി വന്നു. ചാരി വെക്കോ? ഓക്കെ. പിന്നെ ഇങ്ങനെ പോലെയല്ലോ അല്ലേ. ആൻഡ്രോയിഡ്, ഒറിജിനൽ ആൻഡ്രോയിഡ് TV ആണ്. വെച്ച് പറഞ്ഞേക്കാം അല്ലേ, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, നല്ല അത്യാവശ്യമാണല്ലേ. ഈ അഡാപ്റ്റർ കൊണ്ട് കുത്തുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഇപ്പം ഞാൻ മാറ്റിയിട്ട് TV ഓണായി. പുതിയ അഡാപ്റ്ററും വെച്ചു. ഞാൻ അടച്ചില്ല. അപ്പം സാറിന് ഇന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ വേണം തരാം കേട്ടോ. തന്നേക്കാം. അപ്പം ഞാൻ ജോലിക്കാരെപ്പോഴാണ് എത്ര മണി വരെ ഉണ്ട് സാറിന്? അപ്പോൾ 6 മണിയാകുമ്പോൾ ഞാൻ പോരെ തന്നേക്കാം. ഞങ്ങൾക്ക് ഇനി പാക്ക് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഓണായതേ ഉള്ളൂ.
പോരാ, കുഴപ്പമില്ല. പോണ ഇപ്പം എത്ര മണിയായി ജിൻസി? എത്ര മണിയായി? പോരെ, 6 മുമ്പ് പോരെ. ഞാൻ മേളിലിരിക്കുക. എനിക്ക് സ്ക്രൂ ചെയ്ത് 5:45 കേട്ടോ. ഞാനതിന് സ്ക്രൂ ചെയ്ത് ഇനി ഇറക്കണം എനിക്ക് താവോട്ട്. ഓക്കെ, ശരി ശരി, ഓക്കെ. ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള നമ്മുടെ ഒരു വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു നല്ലൊരു മാരുതിയുടെ ഓതറൈസ് സർവീസ് സെൻ്റർ നടത്തുന്ന ഒരു സാറിൻ്റെ ടി വിയാണ്. സാറിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഏക്കാലം ദൈവം അനുഗ്രഹിച്ച് ശരിയായി സെറ്റ്. നല്ല കണ്ടീഷനാണ്, നല്ല പിക്ചർ 4K ടി വിയാണ്. 50 ഇഞ്ചിന് 1 ഇഞ്ച് കുറവുള്ള 49 ഇഞ്ച് ടി വിയാണ്. അപ്പോൾ എല്ലാം ശരിയായി. യൂട്യൂബ്, ഗൂഗിള്, ഇനിയിപ്പം ഇത് ഓണാക്കിയാൽ മതി. സ്ക്രീൻ മിററിങ് കാണാമോ? ഒരു ഷോർട്ട് മറ്റേ ടൈറ്റിലിടാൻ പറ്റുന്ന ഇത് കിട്ടുമോ? ഓണാക്കി വിടണമെന്ന് ഞാൻ ചോദിച്ചത്. എന്നാ ലൈവ് ഓണാക്കണേലും വൈഫൈ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. കാരണം സോണി ലൈവ് എടുത്തു. സോണി ലൈവ് തലയും കുത്തി. സോണി ലൈവ് ട്രൈ അഗൈൻ പ്ലീസ് ചെക്ക് യുവർ ഇൻ്റർനെറ്റ് ഡ്യൂ. അതിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. കസ്റ്റമറുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇവിടെ കിട്ടിയല്ലോ. അതുമായിട്ട് ലിങ്ക് ആക്കിയിരിക്കുന്നല്ലോ. ഇതിനകത്തെ പിക്ചർ എടുക്കാവേ, നല്ല ക്ലാരിറ്റി. അത് അടച്ചിട്ട് ചെയ്യാൻ ചേച്ചി. ഈ മെറ്റലുള്ള അതിൽ മെറ്റലും മറ്റേ പ്ലാസ്റ്റിക് സ്ക്രൂ ഇതിന് വളരെ കുറവാണ്. 2 എണ്ണം ഉള്ളത് കേട്ടോ. ബാക്കി മുഴുവൻ മെറ്റൽ സ്ക്രൂവാണ്. ബോഡി ഫുള്ള് മെറ്റലാണ്. നോക്കട്ടെ, ലോക്ക് വീഴണം. അത് മാത്രമേ ഉള്ളൂ. ലോക്ക് രണ്ട് സ്ക്രൂ ഇവിടെ മാത്രം പ്ലാസ്റ്റിക് സ്ക്രൂ വരുന്നത് കേട്ടോ. ബാക്കി മുഴുവൻ ഒറ്റ മെറ്റൽ സ്ക്രൂ. ബാക്കി മുഴുവൻ സ്റ്റാൻഡിൻ്റെ 4 സ്ക്രൂ. എല്ലാം കൊച്ചിനറിയാമല്ലോ. അപ്പോൾ അത് ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്പീക്കർ വേണം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. മാറാം. സ്പീക്കർ എടുത്തുകൊണ്ട് വന്നായിരുന്നോ? അല്ല, മാറാനുള്ള പുതിയ സ്പീക്കർ എടുത്തായിരുന്നോ? ഇല്ല, അതെടുക്കാം. ഇടപെടെ മുറുക്കെ സ്പീഡില്ല, മെഷീൻ പോലെ മുറുക്കണം. അതെ, ഒരു കളർ. രണ്ട് HDMI, 2 പെൻഡ്രൈവ്, 3 പെൻഡ്രൈവ്. അത് പെൻഡ്രൈവ് ഇല്ല, USB. 3 USB, 2 HDMI, അല്ല 4 HDMI. ഇതാണ്ട് ഇവിടെ 2 HDMI ഉണ്ട്. ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഔട്ട്, ഓഡിയോ ഔട്ട്. അപ്പം 4 HDMI, 3 പെൻഡ്രൈവ്, ഒപ്റ്റിക്കൽ ഔട്ട്, ഹെഡ്ഫോൺ ഔട്ട്, ലാന്, ഓഡിയോ വീഡിയോ ഇന്ന് ഒരെണ്ണം. ഓഡിയോ വീഡിയോ ഇന്ന് ഒരു പ്രധാനമില്ല ടി വിക്ക്. 4 HDMI ഉള്ള ടി വിക്ക് എന്തിനാ ഓഡിയോ വീഡിയോ ഇന്നല്ലേ? എന്നാലും ഉപേക്ഷിച്ചിട്ടില്ല. RF കൊടുത്തിട്ടുണ്ട്. ഇതില്ല, RF ഉണ്ട്. RF ഉപേക്ഷിച്ചിട്ടില്ല. കുഴപ്പമില്ല. സോണിയുടെ ആ ബിൽഡ് ക്വാളിറ്റി കണ്ടോ? ഈ പ്ലാസ്റ്റിക് ഒക്കെ എന്നാ സൂപ്പർ സാധനമാണെന്ന് കണ്ടോ? ഫുൾ മെറ്റൽ ബോഡിയാണ്. നല്ല സ്ലിം പോലെ എന്നാ നല്ല ബ്ലേഡ് കനത്തിലായിരിക്കുന്ന പാനലൊക്കെ. കാശ് കൊടുത്താൽ അതിനുള്ള സാധനം സോണി തരുന്നുണ്ട്.
ആർക്കും കുറ്റമൊന്നും പറയാൻ. സ്ക്രൂ ആണോ? ഇഷ്ടം പോലെ സ്ക്രൂവോ? ആ സ്ക്രൂവിൻ്റെ ഇത്രയും മുഴുത്ത ടി വിക്ക് ഇത്രയും സ്ക്രൂ വേണ്ട. ഇത് കാലിൻ്റെ ഇത്രയും സ്ലിമ്മായിട്ട് എന്നാ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടോ. പെട്ടി ബോക്സ് പോലെയൊന്നും അല്ലല്ലോ, നല്ല ഡിസൈനിങ് അല്ലേ. പവർ സപ്ലൈ വേറെ, ഇൻപുട്ട് എല്ലാം മുറിയതാണല്ലോ അല്ലേ. ഓക്കെ. പിന്നെ വലിയ മെയ്ഡ് ഇൻ മലേഷ്യ. നല്ല സൂപ്പർ ടി വി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ വിറ്റതാ, പൊക്കി പറയാൻ. നമ്മുടെ കടയിൽ നിന്ന് തന്നെ കസ്റ്റമർ വാങ്ങിയതാ. വർഷങ്ങളായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ടി വി എടുക്കുന്ന വളരെ വലിയ ഒരു കോടീശ്വരനായ മനുഷ്യൻ്റെ ടി വിയാണ്. കാഞ്ഞിരപ്പള്ളി പിന്നെ കോടീശ്വരന്മാരല്ലേ ഉള്ളൂ. പണ്ട് ഇന്ത്യയിലെ സോണി ഇന്ത്യ വന്ന സമയത്ത് 29 ഇഞ്ചും 34 ഇഞ്ചും മാത്രമാണ് സോണി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1,00,000 രൂപയായിരുന്നു 29 ഇഞ്ചിന്, 1,50,000 രൂപയായിരുന്നു 34 ഇഞ്ചിന്. ഈ രണ്ട് വലുപ്പം. പിന്നെ പ്രൊജക്ഷൻ ടി വി 5,00,000 രൂപയായിരുന്നു. ഈ ടി വികളെല്ലാം ആദ്യത്തെ സോണി ഇന്ത്യയിൽ വന്ന വർഷം ഏറ്റവും കൂടുതൽ, അതൊന്ന് കോട്ടയം ജില്ലയിൽ 2 ഡീലേഴ്സും ഉള്ളൂ. ഒന്ന് ഞാനും ഒന്ന് മാളികക്കൽ ഏജൻസീസും. വേറെ ഒരു ഡീലേഴ്സും ഇല്ല. ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരാണ്. എല്ലാവരും ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഇപ്പോഴത്തെ വൻപന്മാരായതും വലിയതും ചെറുതുമായ എല്ലാവരും പുതിയ ആൾക്കാരാണ്. അന്ന് കോട്ടയം ജില്ലയിൽ സോണി ഇന്ത്യയിൽ വന്ന സമയത്തുള്ള ആദ്യത്തെ ഡീലറാണ് ഞാൻ. അപ്പം ഈ ടി വി 5 പീസ് പർച്ചേസ് ചെയ്യുന്നവനെ ഡീലർഷിപ്പ് ഉള്ളൂ. ആ ടി വി ഏറ്റവും കൂടുതൽ ആ വർഷം വിറ്റതിനുള്ള അവാർഡ് മേടിച്ച ആളാണ് ഞാൻ. അന്ന് ഞാൻ 75 ടി വി വിറ്റു. 5 ടി വി വിൽക്കേണ്ട അടുത്ത് 75 ടി വി വിറ്റു. അത് എൻ്റെ കഴിവൊന്നുമല്ല, കാഞ്ഞിരപ്പള്ളിയിലെ നമ്മുടെ മുതലാളിമാരുടെ കഴിവ് തന്നെയാണ്. അവർ അതുപോലെ തന്നെ അവർ നമ്മളോട് സഹകരിച്ചു. അവർക്ക് സോണി ഇഷ്ടമായിരുന്നു, അവരുടെ പൈസ ഉണ്ടായിരുന്നു, റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് 75 ടി വിയൊക്കെ 6 മാസം കൊണ്ട് വിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അന്ന് അതിൻ്റെ ഒരു ആഘോഷമായിട്ട് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോട്ടലുണ്ട്, ഹോട്ടൽ ഹിൽ ടോപ്പ്. കാഞ്ഞിരപ്പള്ളി വന്നിട്ടുള്ളവർക്കറിയാം, മുക്കാടൻസ് ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണ്. ഫേമസ് ഹോട്ടലാണ്, പാരമ്പര്യമുള്ള ഹോട്ടലാണ്. ആ ഹോട്ടലിൽ വെച്ച് അതായത് നമ്മളോട് സഹകരിച്ച ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരെയും വിളിച്ചൊരു വലിയ പാർട്ടി സോണി ഇന്ത്യ നടത്തി. ആ പാർട്ടിയിൽ ഈ പ്രൊജക്ഷൻ ടി വിയും 29 ഇഞ്ച് ടി വിയും എല്ലാ ടി വികളും നമ്മുടെ 29 ഇഞ്ചിൻ്റെ ഒരു പുതിയ ടി വിയുടെ ലോഞ്ചായിട്ടാണ് അതങ്ങ് വെച്ച്. നല്ലപോലെ മുറുകിയോ? ഇനി എൻ്റെ ആരോഗ്യത്തിനൊത്ത് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാനത് എൻ്റെ എവിടെയോ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ ഇരിപ്പുണ്ട്. അന്ന് ഞാൻ എടുത്ത വീഡിയോ, അന്നത്തെ എൻ്റെ ഷേപ്പും ഒക്കെ കാണിക്കാം. അന്ന് എൻ്റെ മോള് കയ്യിലായിരിക്കുന്നത്, കൈക്കുഞ്ഞായിട്ടിരിക്കുന്ന കാലത്താണ്. കൈയല്ല, ഇച്ചിരി വലുതായി, കയ്യിൽ എടുത്തു പിടിക്കുന്ന കാലം. അവളുടെ വീഡിയോ അവളും കാണാം. അവളൊക്കെ വലിയ ആൾക്കാരായിപ്പോയി. അല്ല ഞാൻ പറഞ്ഞത്, അപ്പം അത്രയും സോണിയായിട്ട് എനിക്ക് ബന്ധമുണ്ട്, അത്രയും വർഷത്തെ ബന്ധമുണ്ട്. അന്ന് വീഡിയോ കാസറ്റിലാണ് അന്നത്തെ പ്രോഗ്രാം ഞാൻ പിടിച്ചത്. അതുകൊണ്ട് ഇച്ചിരി ചാട്ടവും വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് CD ആക്കിയപ്പോൾ, ഡിജിറ്റലാക്കിയപ്പോൾ അതിന് ഇച്ചിരി ചാട്ടവും മറിച്ചിലൊക്കെ ഉണ്ട്. എന്നാണേലും ആ വീഡിയോ ഞാൻ അധികം താമസിക്കാതെ തന്നെ ഞാൻ ഇടുന്നതാണ്. നമുക്ക് ഇന്ത്യയിലൊരു ഫാക്ടറി ഉണ്ടായിരുന്നു, നോയിഡയിൽ, ഗാസിയാബാദ്, ഉത്തർപ്രദേശിൽ. ആ ഫാക്ടറി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടുത്തെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇതൊക്കെ നിർത്തി മലേഷ്യക്കും തായ്ലൻഡിനും ഒക്കെ പോയത്. സോണിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നല്ലപോലെ രീതിയിൽ കൊണ്ടുവന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ കമ്പനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ ഫാക്ടറിയായിരുന്നു. ആ ഫാക്ടറി ഞാൻ ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിക്ചർ ടു CRT TV ഉണ്ടാക്കുന്ന ഫാക്ടറി. കാരണം അന്നത്തെ ആ കഥ ഞാൻ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, അന്ന് ഞാൻ പോന്നപ്പോൾ എൻ്റെ കൂടെ ഇന്നത്തെ വളരെ പ്രശസ്തരായ ഡീലേഴ്സ് എല്ലാം ഉണ്ട്. ഇന്നത്തെ വളരെ പ്രായമുള്ള ഡീലേഴ്സും ഉണ്ട്. അന്ന് ഈ ഫാക്ടറി വിസിറ്റിന് പോയിട്ട് ഹരിയാനയ്ക്ക് പോകണല്ലോ. ഡൽഹിയിലെ താജ് പാലസിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടുന്ന് നമ്മൾ ഹരിയാനയ്ക്ക് പോയിട്ട് നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മലയാളി ആയിട്ടുള്ള അവിടുത്തെ ഒരു സ്റ്റാഫിനെ കിട്ടി. ആ സ്റ്റാഫ് തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് സോൾഡറിങ്, ലെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ കോമ്പണൻറ്റ് വെക്കുന്നത് എങ്ങനെയാണ്, പിക്ചർ ട്യൂബ് ഇങ്ങനെ വരുന്നത്,
ആ പിക്ചർ ട്യൂബ് വന്ന് ഇതിൽ ഇരിക്കുന്നത്, അതിൻ്റെ ലെഡ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് മുറുക്കാം, കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് എങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എല്ലാം എനിക്ക് തന്നെ നോക്കി ബോധ്യം പറയണമെന്ന് നിർബന്ധമുള്ള ആളാണ് ആര് മുറിക്കാലും. അപ്പം അങ്ങനെ ഞാൻ ഈ ഫാക്ടറി കണ്ട് എനിക്ക് ഒരു പെൺകൊച്ചായിരുന്നു, അത് എറണാകുളംകാരിയായിരുന്നു. അവളെല്ലാം കൊണ്ട് എന്നെ കാണിച്ച് അതിൻ്റെ ബോർഡറും കാര്യങ്ങളും എല്ലാം എന്നെ കാണിച്ച് ഓരോന്നും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നൊക്കെ. നമുക്കൊരു ഇലക്ട്രോണിക്സ് താല്പര്യമുള്ളതുകൊണ്ട് അതൊക്കെ കാണാൻ എനിക്ക് വളരെ കൗതുകമായിരുന്നു. ഞാൻ പകുതി വരെ എൻ്റെ ഒരു സങ്കടം, ഇന്നും എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ ആ ഫാക്ടറിയുടെ പകുതി വിസിറ്റ് ആയപ്പം എൻ്റെ കൂടെ വന്നവരെല്ലാം അവിടെ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഫുഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫാക്ടറി ഞങ്ങളെ അവരുടെ ഡ്രീം ആൾക്ക് അത്ര ഇതുള്ള ഡ്രീം മേക്കേഴ്സ് എന്നാണ് ഞങ്ങളെ വിളിച്ചത്. സോണിയുടെ സ്വപ്നം സഫലമാക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഫുഡും എല്ലാം അവിടെ തന്നു, ഫാക്ടറി തന്നു. അപ്പം ഞാൻ പിന്നെ എന്നെ തപ്പി ആൾക്കാർ വന്നു, എന്നെ തപ്പി. സോണി അലക്സാണ്ടർ ഒരാൾ കുറവുണ്ട്, സോണി അലക്സാണ്ടറെ തപ്പി വന്നു. ഞാൻ ശരിക്കും ഇതിൻ്റെ പകുതിയെ കണ്ടുള്ളായിരുന്നു, പകുതി. എനിക്ക് വളരെ കുറച്ച് ഭാഗം കാണാൻ പറ്റുള്ളൂ, എനിക്ക് മുഴുവൻ കാണാൻ പറ്റില്ല. ഇന്നും എനിക്ക് അതിനകത്ത് സങ്കടമുണ്ട്. എന്നോട് എന്നിട്ട് വന്ന് പറഞ്ഞു, സാറിനെ അന്വേഷിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഒരു ബസ്സാണ് വന്നിരിക്കുന്നത്, ബസ്സിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സാറിനെ അന്വേഷിച്ച് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് സാറ് വരണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സാറ് കാണുന്നതിലൊന്നും പ്രശ്നമില്ല, വണ്ടി 15 മിനിറ്റിനകം പോവും. സാറെ കാണാഞ്ഞിട്ട് അന്വേഷിച്ച് ഞങ്ങൾ വന്നതാണ്. സാറ് തന്നെ ഒറ്റയ്ക്ക് ഡൽഹിക്ക് വരേണ്ടി വരും, വേറെ വണ്ടി വിളിച്ച് വരേണ്ടി വരും, എന്നാ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടില്ല ഞാൻ, എനിക്കിനി എവിടെയായി നിൽക്കുന്ന പോലും അറിയത്തില്ല സ്ഥലം. ഞാൻ ഓടിപ്പോയി വണ്ടിയിൽ കയറി. ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, വെള്ളവും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഇത് വന്നു. കാരണം എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം ഡീലേഴ്സാണ്. അവർ ചിന്തിക്കുന്നത് എന്നാന്ന് എനിക്കറിയാം, ഈ ടി വി വിറ്റാൽ എന്ത് കിട്ടും, എത്ര രൂപ കിട്ടും ഇത് വിറ്റാൽ എന്ന് മാത്രമാണ് സാധാരണ ഒരു വലിയ ഡീലർ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിച്ചത് എന്നാ, ഇത് വിൽക്കുന്നത് എനിക്ക് രണ്ടാമത്തെ കാര്യവും ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, ഇതെങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കിയത്. അതാണ് ഒരു ടെക്നീഷ്യനും ഒരു സെയിൽമാനും, അതായത് എന്നാ പറയുന്നത്, ഒരു ബിസിനസ്സുകാരനും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു ബിസിനസ്സുകാരനല്ല, ഞാനൊരു ടെക്നീഷ്യനായ ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിലല്ല, എങ്ങനെ ഇരിക്കും എന്നുള്ളതിലാണ് താല്പര്യം. അപ്പോൾ നമുക്കിനി ടി വി നമ്മുടെ ടി വിയുടെ പണി കഴിഞ്ഞല്ലോ. ഇനി ഈ ടി വി എങ്ങനെ ഇരിക്കും, എങ്ങനെ ഇവിടെ വെക്കും, എങ്ങനെ പടം വരും എന്ന് നമുക്ക് നോക്കാം. ബോറടിക്കുന്നുണ്ടോ എൻ്റെ പഴഞ്ചൻ കഥകളൊന്നും ആയില്ല, ഒത്തിരി പറയാനുണ്ട്. ഇവിടെ കറക്റ്റ് കയറും എടയിൻസി, കറക്റ്റ് കയറും. ഇടിക്കാൻ നോക്കണം. ഇല്ല, ഇടിക്കാതെ ഇരുന്നോളൂ. ഈ മൊബൈൽ ചാർജ് തീരാറായി. ഫുൾ ചാർജ് ഞാൻ ഉച്ചയ്ക്ക് ചെയ്തതാ, ഇപ്പോഴ് 2%. ഹലോ, പറഞ്ഞോ. വീഡിയോ എടുത്തു. അപ്പോൾ ടി വി ഓണായിട്ടുണ്ട്. ആൻഡ്രോയിഡ് നമ്മുടെ ടി വിക്ക് ഇങ്ങനെ ഇല്ല ഡിജൻസ്, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാടെ. ഈ മോഡലിനെല്ലാം ഉണ്ട് അങ്ങനെ. അത് ആ പാനൽ ഇരുന്ന് അനങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ചെറിയ ഇത് എല്ലാ ടി വിക്കും ഉണ്ട്. സാർ ഇവിടെ ഉണ്ടോ? സാർ ഇവിടെ ഓഫീസിലുണ്ടോ? ഉണ്ടല്ലേ. ഗൂഗിൾ ടി വിക്ക് ഇതിലും താമസം അല്ല, ഈ ആൻഡ്രോയിഡിനേക്കാളും താമസം ഓണായി എല്ലാം ഒന്ന് വരാൻ. വൈഫൈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് വരാൻ താമസിക്കുന്നു.
വൈഫൈ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നേനെ. വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ടി വി മാക്സിമം സെർച്ച് ചെയ്ത് നോക്കുക. ഇതെല്ലാം വന്നിട്ടുണ്ട്. നെറ്റില്ലാത്തതുകൊണ്ട് ഇത് വരാൻ താമസിക്കുന്നത് കേട്ടോ. നെറ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടപ്പെട്ടേ വരും. നെറ്റിപ്പോൾ ഞാൻ ഇവിടുത്തെ കണക്ട് ചെയ്യുന്നില്ല. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ അവിടെ ചെല്ലുമ്പോൾ അത് കണക്റ്റ് ആവുക വരും. അങ്ങനെയുള്ള പ്രശ്നമുണ്ടാകും. അവരുടെ ഇത് തന്നെ വേണം നമുക്ക് ഉപയോഗിക്കാം. യൂട്യൂബ് ഇൻ്റർനെറ്റ് ബ്രൗസർ ആണ്ട ഇൻസ്റ്റാളിങ് ദ ബ്രൗസർ. ഇൻ്റർനെറ്റ് ഇല്ല, ഇൻ്റർനെറ്റ് കൊടുത്തിട്ടില്ല ടി വിക്ക്. ഇത് ഓണാകത്ത് കംപ്ലൈൻറ്റേ ഉള്ളൂ. അതിന് ഇൻ്റർനെറ്റൊന്നും ബ്രൗസ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിന് പോയി കഴിഞ്ഞാൽ ടി വിക്ക് നല്ല താമസമാണ്, ഡിക്ലൈൻ ചെയ്തു. അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. 50 - 1 ഇഞ്ച് ടി വിയുടെ സർവീസ് എങ്ങനെ 49 ഇഞ്ചില്ല, 50 - 1 ഇഞ്ച് ടി വിയുടെ സർവീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മുടെ ഈ മാത്രം സർവീസ് ചെയ്യാൻ തരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഈ കാഞ്ഞിരപ്പള്ളി പ്രാന്തപ്രദേശങ്ങളിലുണ്ട്. അവരുടെയൊക്കെ ടി വി എന്നും ഇതുപോലെ നല്ല പുത്തം പോലെ ഇരിക്കും. കാരണം നമ്മൾ അതുപോലെ സർവീസ് ചെയ്യത്തുള്ളൂ. കുത്തിപ്പറിക്കുകയോ മാന്തിപ്പറിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇത് സൂപ്പറായിട്ടുണ്ട്, ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അഡാപ്റ്റർ പുതിയതാണ്, എല്ലാം പുതിയതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈദ് മുബാറക്ക്. ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ, കഴിഞ്ഞു എന്നാലും ഇന്ന് വലിയ പെരുന്നാൾ ദിനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്താം. താങ്ക് യു. मेरे मगर तू की करदी, कह गल बस